സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം ഒരു സുവാർത്തയാണ്. സുവിശേഷം ഒരു സദ്വർത്തമാനമാണ്. ഇന്നലകളുടെ വാർത്തകൾ നമ്മളെ നൊമ്പരം കൊള്ളിപ്പിക്കുമ്പോൾ, വേദനപ്പെടുത്തുമ്പോൾ, നമ്മുടെ മനസ്സുകളെ ഇടറുമ്പോൾ, വരുവാനിരിക്കുന്ന നിത്യസംഭവങ്ങളെ കുറിച്ച് പ്രവാചകന്മാരായ തന്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്ത ദൈവിക അരുളപ്പാടുകൾ അതിന്റെ വള്ളിപ്പുള്ളി വെച്ചാതെ കാലത്തിന്റെ തികവെങ്കിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നാം പാർക്കുന്ന ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നിശ്ചയമല്ല. എന്നാൽ ഈ ഭൂമിയെപ്പറ്റി വിശുദ്ധ തിരുവെഴുത്ത് വളരെ ആധികാരികമായി പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. സർവശക്തനായ ദൈവം തന്റെ കരവിരുതാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യന് വാസം ചെയ്യുവാൻ വാസയോഗ്യമായി കണ്ടെത്തിയ ഒരു അനുഗ്രഹീതമായ ഇടമാണ് നാം വസിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉൽപ്പത്തിയെ പറ്റി തന്നെ ബൈബിൾ പരാമർശിക്കപ്പെടുമ്പോൾ തന്നെ ഭൂമിയുടെ അധപ്പതനത്തെ പറ്റിയും വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് വർഷങ്ങൾക്കപ്പുറത്ത് പ്രവചന സൂത്രമായി തിരുവെഴുത്തിന്റെ താളുകളിൽ വളരെ വ്യക്തവും ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമി കിറുകിറ കീറുന്നു, കുടുകുട പൊട്ടുന്നു, കാവൽമാനം പോലെ ആടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, അത് വീഴുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വസിക്കുന്ന ഈ ഭൂമി പോലും നമുക്ക് ശാശ്വതമല്ല. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണഭംഗുരമാണ്. അല്പകാലത്തേക്ക് മാത്രമുള്ള ജീവിതത്തിലാണ് മനുഷ്യൻ ഈ ലോകത്തിലായിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം. മനുഷ്യന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന വെറും ഭൗതികമായ ശരീരമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ പിറവിയെ പറ്റി വൈദ്യശാസ്ത്രം പറയുന്നു, ഒരമ്മയുടെ ഗർഭഗൃഹത്തിൽ 9 മാസം 9 നാഴിക 9 വിനാഴിക അമ്മയുടെ ഗർഭഗൃഹത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞ് അതിനുശേഷം ആ ഗർഭഗൃഹത്തോട് വിട പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ആ കുഞ്ഞ് പിറവിയെടുക്കുകയാണ്. ഇവിടുത്തെ മാസം എന്ന് പറയുന്നത് ബൈബിൾ പറയുന്നു ഏറെയായാൽ 80. മനുഷ്യനിപ്പോൾ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രത്താളുകളിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ നാം വീക്ഷിക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു കഴിഞ്ഞു. പണ്ടൊക്കെ 100ഉം 120ഉം വയസ്സ് വരെ ജീവിച്ചിരുന്ന അനേക വ്യക്തിജീവിതങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അകാലത്തിൽ തന്നെ ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ ഒരു 18, 25 ഇടയ്ക്ക് 30, 40 ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളും കാലൂന്നി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആയുസ്സിന് ക്ഷതം സംഭവിച്ചു, മനുഷ്യന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഈ സായം സമയം ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് വിളിച്ചു പറയുവാനുണ്ട്, മരണത്തിനപ്പുറത്ത് ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പാർക്കാൻ നല്ല വീടും സഞ്ചരിക്കുവാൻ നല്ല വാഹനവും തലമുറയായി ജീവിക്കുവാൻ ആവശ്യമായ ബാങ്ക് ബാലൻസുമൊക്കെ സ്വരൂപിച്ചു കൂട്ടി ഇതാണ് ലോകം, ഇതാണ് സുഖം, ഇവിടെ അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കാം, ഇവിടെ കൊണ്ടെല്ലാം കഴിയാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ചിന്ത വെറും മിഥ്യയാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യന് മരിച്ചാൽ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുമ്പോഴും മറ്റൊരിടത്ത മനുഷ്യന് ഒരു നിത്യത സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? മനുഷ്യൻ മരിച്ച് എന്നേക്കുമായി ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുമോ? വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും. കാരണം മനുഷ്യൻ ശരീരത്തിലിരിക്കുന്നത് ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരേണ്ടതാകുന്നു. നമുക്കറിയാം പ്രിയമുള്ളവരെ, ഇവിടെ ആരും കാണാതെ ചെയ്തു കൂട്ടുന്ന പാപപ്രവൃത്തികൾ
ആരും അറിയാതെ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പോലും മതത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള കൂട്ടക്കൊലകളും അരുംകൊലകളും ഒക്കെ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും വർഗത്തിന്റെയും പേരിൽ അനേക ചോരപ്പുഴ ഒഴുകിയ നാടാണ് കേരളം എന്ന് പറയുന്നത്. ആത്മഹത്യ ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എല്ലാ നിലകളിലും അധ്യക്ഷമായ ഉന്നതങ്ങളിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. കാളവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന മനുഷ്യൻ പിന്നെയും അനേക സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ യാതൊരു മടിയുമില്ലാതെ മൃഗീയമായ കൊലപാതകങ്ങൾ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ പരമ്പര വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും കാലൂന്നി നിൽക്കുന്നത്. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഈ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു. ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ അതിപ്പോഴാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളടക്കം, യൗവനക്കാരായ നമ്മുടെ പെൺകുഞ്ഞുങ്ങളടക്കം മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായി അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. അപ്പനമ്മമാരുടെ ഒരു സ്വപ്നമാണ് മക്കളെന്ന് പറയുന്നത്. അവരുടെ പ്രതീക്ഷയാണ് മക്കളെന്ന് പറയുന്നത്. അവരെ കുറിച്ചുള്ള അനേക മനക്കോട്ടകൾ കെട്ടി, അവരെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ മനസ്സിൽ താലോലിച്ച്, അവരെ കുറിച്ചുള്ള പ്രതീക്ഷകളുമായി ജീവിക്കുന്ന അപ്പനമ്മമാർ കേൾക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. കഴിഞ്ഞിടയ്ക്ക് പ്രിയമുള്ളവരെ, പത്രത്താളുകളിൽ വന്ന ഒരു വാർത്തയുണ്ട്. ഒരു യുവ ഡോക്ടർ പിടിയിലായി. അപ്പനും അമ്മയ്ക്കും ഏകനായ മകൻ ഒരു ഡോക്ടറാകാൻ പഠിപ്പിച്ച് മെഡിക്കൽ ഫീൽഡിൽ വളരെ പണം ചിലവഴിച്ച് അന്യ സംസ്ഥാനത്തേക്ക് പറഞ്ഞയച്ചു. പക്ഷേ ആ മകൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കാര്യമന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത്, MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നത് പോലെയല്ല സമൂഹത്തിൽ. ഒരു കാലത്ത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. അത് മറ്റൊന്നുമല്ല, നമ്മൾ താലോലിക്കുന്ന, നാം സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാവുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായി പോകാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പുകളിലാണ്. വിരലുകൊണ്ട് നീക്കി നീക്കി വിടുമ്പോൾ ഓരോ കാഴ്ചകൾ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തയുണ്ട്. ഒരു പെൺകുട്ടി മദ്യപിച്ച് നടുറോഡിൽ ബഹളമുണ്ടാക്കുന്നു. പരിസരബോധം പോലും മറന്ന്, ആരാണെന്നുള്ള ചിന്ത വെടിഞ്ഞ്, യാതൊരു കൂസലുമില്ലാതെ പട്ടാപ്പകൽ മദ്യപിച്ച് ആണുങ്ങളെക്കാളും വളരെ നികിഷ്ടമായ രീതിയിൽ പെൺകുട്ടികൾ മദ്യത്തിന് അഡിക്റ്റായി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലല്ലേ ഞാൻ നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. എന്താണെന്നറിയാമോ? ഈ ലോകം അധപ്പതിക്കുവാൻ തുടങ്ങി. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഇതൊരു അന്ത്യകാലമാണെങ്കിൽ അന്ത്യകാലത്ത് മക്കൾ തന്നിഷ്ടക്കാരും ദൈവാഗ്രഹികളും അപ്പനമ്മമാരെ അനുസരിക്കാത്തവരും ദാസ്യക്കാരുമായി സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം കടന്നു വരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാനിപ്പോൾ നിങ്ങളെ ഓർപ്പിപ്പിക്കട്ടെ, അത് മറ്റൊന്നുമല്ല. കാൽവറിയുടെ കുളത്തലങ്ങളിൽ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ഭൂമിയിൽ പൂജാതനായ ക്രിസ്തു പീലാത്തോസിന്റെ അരമന മുതൽ കാൽവറിയുടെ കുളത്തളം വരെ രണ്ട് കാട്ടുമരങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെട്ട പച്ചമര കുരിശു തോളിൽ ചുമന്നുകൊണ്ട് വീണും പൊങ്ങിയും വീണും പൊങ്ങിയും ഗോൽഗോത്ത എന്നറിയപ്പെടുന്ന തലയോടിയിടമെന്നറിയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ യേശുക്രിസ്തുവിന്റെ രോധനമായ കാഴ്ച കണ്ടുകൊണ്ട് യേശുവിന്റെ കണ്ണുനീരൊപ്പുവാനും അവന്റെ നടന്നു നീങ്ങുന്ന ആ കാഴ്ച കണ്ടിട്ട് അലമുറയിട്ട് കരയുവാനും ഇടയായി തീർന്നപ്പോൾ യേശു അവരെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരയുകയും. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, സുഹൃത്തുക്കളെ, പിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഞങ്ങൾ ഈ സായം സമയത്ത് വിളിച്ചു പറയട്ടെ, നമ്മുടെ തലമുറകളെ നോക്കി ചൊല്ലി ഈ ദിവസങ്ങളിൽ നമ്മൾ കരഞ്ഞില്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്ക് നമ്മുടെ തലമുറ അകപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും വന്നെത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ പറയും,
വേറെ പണിയൊന്നുമില്ലാന്നിട്ട് ചില ആളുകൾ ഇങ്ങനെ വന്ന് ബഹളം വെക്കുകയാണെന്നല്ല. ഒരു കാലത്ത് ഈ ലോകത്തിന്റെ അവസ്ഥയിലൂടെ ജീവിതം നയിച്ച് സ്വാർത്ഥതയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ ഒന്നും ഒരു സമാധാനവും പ്രാപിക്കുവാൻ കഴിയാതെ സമാധാനത്തിനു വേണ്ടി പല വഴികളിലൂടെ സഞ്ചരിച്ച ഞങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ ദിവ്യമായ സമാധാനം കടന്നു വന്ന് യേശുക്രിസ്തുവിന്റെ പൈതലായി ഞങ്ങളിൽ ഒരു രൂപാന്തരം വന്നപ്പോൾ ആ ക്രിസ്തുവിനായി ഞങ്ങളെ സമർപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് യാതൊരു ലക്ഷ്യമില്ലാതെ ഈ നാൽക്കവലയിലും ഞങ്ങൾ നസ്രയനെ ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി വളരെ പണം ചിലവഴിച്ചുകൊണ്ട് തീർത്ഥാടനങ്ങളും പദയാത്രകളും കർമ്മമാർഗങ്ങളും മലകയറ്റങ്ങളും ക്രിയകളും കർമ്മങ്ങളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ അർപ്പിക്കുന്നവരെ ഇതൊന്നും നിങ്ങളെ സമാധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ലോകത്തിന്റെ സമാധാനമായി ഈ ഭൂമിയിലേക്ക് വന്നു തുറന്ന ലോകരക്ഷിതാവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ ബൈബിൾ പറയുന്നു, രക്ഷയ്ക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും കാൽവരിയിൽ കൊടുത്ത ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശു കാൽവരിയിൽ പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ച് പ്രാണന വെടിയുമ്പോൾ ഒരു പടയാളി ഒരു കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്തേക്ക് കുത്തുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, അവന്റെ കുത്തിയ ഇടത്തുനിന്ന് രക്തവും വെള്ളവും ഒരുപോലെ വന്നു എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു തുള്ളി രക്തം പോലും ശരീരത്ത് ശേഷിക്കാതെ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനും മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനും വേണ്ടി എന്നേക്കും കാൽവരി യാഗമായ യേശുക്രിസ്തുവിലൂടെ ഒരു വീണ്ടെടുപ്പുണ്ടെന്ന് വിശുദ്ധ തിരുവെടുത്ത് വളരെ ആധികാരികമായി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പണം കൊടുത്തല്ല, നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് അത് എന്തെങ്കിലും വസ്തുവകൾ കൊടുത്തിട്ടല്ല, നിങ്ങൾ വീണ്ടെടുത്തത് വെള്ളിയോ പൊന്നോ കൊടുത്തിട്ടല്ല, നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് കാൽവരിയിൽ ക്രൂശിൽ പിടഞ്ഞു മരിച്ച യേശുവിന്റെ ചങ്കിൽ നൽകിയ പരിശുദ്ധ രക്തം കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ടാകുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വചനം പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടുച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. അവിടെ ജാതിയോ വർഗമോ വർണ്ണമോ ഇല്ല, അവിടെ കുലമില്ല, അവിടെ കുടുംബത്തിന്റെ പാരമ്പര്യമില്ല, കുടുംബത്തിന്റെ മഹിമയില്ല, അവിടെ സൗന്ദര്യമില്ല, അവിടെ ആരോഗ്യമില്ല, അവിടെ ബുദ്ധിയോ ശക്തിയോ ഇല്ല, അവിടെ ജ്ഞാനമോ വിവേകമോ ഇല്ല. മറിച്ച് പ്രിയമുള്ളവരെ, യേശുവിന് വേണ്ടി ഹൃദയം ആരെ ഏൽപ്പിച്ചു കൊടുക്കുമോ, യേശുവിന്റെ പാപത്തെ കഴുകണമെന്ന് ആര് ഹൃദയം കൊണ്ട് അത് പറയുമോ, അവരുടെ പാപത്തെ കഴുകിക്കളയുവാൻ പര്യാപ്തമാണ് യേശുവിന്റെ ചങ്കിൽ നൽകിയ പരിശുദ്ധ രക്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സന്ദേശം വിളിച്ചു പറയുമ്പോൾ അതെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടൊരു നാമമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു എന്ന ഏക നാമം മാത്രമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളത്, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. ഇനി സമയമില്ല, കാലമില്ല, ഈ കാലമെല്ലാം കഴിയും. ഇനി ഇങ്ങനെ ടെലിക്കോണുകളിൽ ഉച്ചഭാഷി കൊണ്ട് ഒരു ശബ്ദം കേൾക്കുവാനില്ലാത്ത ഇരുണ്ട കാലഘട്ടം മനുഷ്യനെ കടന്നുപിടിക്കുന്നതിന് മുമ്പേ ഇത് നിങ്ങളുടെ സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിത്യത സ്വായത്തമാക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുവാനിടയായിത്തീരൂ. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരോടും തുറന്നു പറയുവാൻ കഴിയാത്ത, വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരു വിഷയത്തിന് നടുവിലായിരിക്കാം ഈ സന്ദേശം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കടഭാരങ്ങൾ നിമിത്തം അത് വളരെ ഭാരപ്പെട്ട നിരാശ അനുഭവിച്ചുകൊണ്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. ലക്ഷക്കണക്കിന് കടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. സാമ്പത്തിക വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം
ആയിരിക്കാം നിങ്ങൾ. ഒരുപക്ഷെ രഹസ്യ രോഗത്തിൽ പല വൈദ്യന്മാരിലും ആശ്രയിച്ചിട്ട് പല ഹോസ്പിറ്റലിൽ കയറിറങ്ങിയിട്ട് വലിയ പണം ചിലവഴിച്ചിട്ടും ഈ രോഗത്തിന് സൗഖ്യമില്ലെന്ന് ഈ ലോകത്തിന്റെ വൈദ്യശാസ്ത്രം വിധിയെഴുതിയ ഒരു മണ്ഡലത്തിലായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. ഒരുപക്ഷെ തലമുറയില്ലാതെ പല നേർച്ചകളും കാഴ്ചകളും ക്രിയകളും കർമ്മങ്ങളും നടത്തിയിട്ടും അതിനകത്തുനിന്ന് ഒരു വിഷയത്തിന് പരിഹാരം കാണുവാൻ കഴിയാതെ നിരാശയിലായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഞങ്ങൾ കൈമാറുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് രക്ഷാ ദിവസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ടൊരു ജയകരമായ ജീവിതം നയിക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.